ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇഞ്ചിക്കറിയുടെ വീഡിയോ, നിങ്ങളെങ്ങനെയാണ് ഫ്രണ്ട്സ് ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് നോക്കണേ. ഞാനൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല. ഇഞ്ചിപ്പുളി ആണോയെന്ന് ചോദിച്ചാൽ ഇഞ്ചിക്കറി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തൊലി എടുത്ത് കളയുവാണ് കേട്ടോ. തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഉരച്ചെടുക്കാം. ആദ്യം തൊലി കളയാം. ഇച്ചിരി ബുദ്ധിമുട്ട്. അതാ പോകുന്നില്ല കേട്ടോ. ചിലർ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ചുരണ്ടിയാലും പോകുമെന്ന് പറയും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കത്തി കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് വേഗം ആക്കിയിട്ട് കോവിലിലെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പാട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ചെണ്ടമേള ആയതുകൊണ്ടാണ് പിന്നെ കോപ്പിറൈറ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യണത്. അപ്പോൾ അത് റെഡിയായത് ഇനി കഴുകി എടുത്തുകൊണ്ട് വരാം. ഇഞ്ചി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരപ്പ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരപ്പ അത് തന്നെ, അതിലിട്ട് നമുക്ക് ഉരച്ചെടുക്കാം. വേഗം ഉരച്ചെടുക്കാം. അങ്ങനെ ഉരച്ച് എടുക്കണം. കുറച്ച് ടാസ്ക്കാണ് ഇതെങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് വീഴുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു 5 മിനിറ്റ് നമ്മുടെ വേഗം ഒരു ഇഞ്ചി കറി ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. ഇതിൻ്റെ നീര് നമ്മൾ വറുക്കുന്നതിന് മുന്നേ അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞ് മാറ്റുന്നുണ്ട്. വറുക്കുമ്പോൾ അതങ്ങ് നീരാവിയായി പോവാതിരിക്കാൻ. പിന്നെ ഇത് ഒരുപാട് ദിവസം വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. പക്ഷെ ഞാനതിപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ സുഖമായിട്ട് ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ 2-3 ദിവസം സുഖമായിട്ടിരിക്കും ഈ ഇഞ്ചി കറി. ഒരു കുഴപ്പമില്ല കേട്ടോ, അത് ഗ്യാരണ്ടി. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഇതിന് തേങ്ങ വേണം. അപ്പോൾ എണ്ണ നല്ല തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ഒരു നുള്ളു തേങ്ങ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വറുത്തെടുക്കാം. ഇഞ്ചി വറുക്കുവാണ്. ഇഞ്ചിയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് അങ്ങ് വറുത്തെടുക്കുകയാണ് കേട്ടോ. എരിവ് കുറച്ച് മതി ഫ്രണ്ട്സ്, അതാണ്. പിന്നെ എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ മോൾക്കും കൂടി കഴിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം എരിവ് കുറച്ചെടുക്കണം കേട്ടോ. അവൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വെക്കുന്നത്, അതാണ് കാര്യം. അപ്പോൾ പൊന്നുക്കുട്ടനാണെങ്കിൽ, ഇവിടെ ചേട്ടനാണെങ്കിൽ മധുരം ഇഷ്ടമല്ല കേട്ടോ. ഇഞ്ചിക്കറിക്ക് മധുരം വരുന്നത് ചേട്ടന് ഇഷ്ടമല്ല. പക്ഷെ മോൾക്കാണെങ്കിൽ മധുരം വേണം. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മധുരമൊക്കെ ചേർക്കും. ശർക്കര ഒരു ചെറിയ ഉണ്ട. ഓക്കെ, അത് ലാസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. വേറൊന്നും വേണ്ട. വെളുത്തുള്ളി എടുക്കണം, പിന്നെ പച്ചമുളകും കൂടി എടുത്തിട്ട് അരിഞ്ഞെടുക്കണം. അത് അരിയുന്നതിനൊക്കെ ഒരു ഭംഗിയും രീതിയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അരിയുന്നത് കാണിച്ചു തരാം. ചുമ്മാ നമ്മൾ ഓരോ കറിക്കും ഓരോ തരത്തിലുള്ള അരിയിലൊക്കെ ഉണ്ട് കേട്ടോ. പാചകക്കാർ പ്രത്യേകിച്ച് അതൊക്കെ നോക്കും. എൻ്റെ ചിറ്റപ്പനാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അരിയുന്നതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിറ്റപ്പൻ പറയും, ഇങ്ങനെയാണോ ഇതിന് അരിയേണ്ടതെന്ന് ചോദിക്കും. നമ്മളൊക്കെ സാധാരണ പാചകം കേട്ടോ ഫ്രണ്ട്സ്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എല്ലാവരും വെക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. എനിക്കത് പിന്നെ ഇവിടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനങ്ങ് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ, ചേട്ടനും മോൾക്കും. അപ്പോൾ അതായത് ഇതുപോലെ വട്ടത്തിൽ റൗണ്ടായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കടുക് വറുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് വറ്റൽമുളകൊക്കെ ഞാൻ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കടുക് വറുക്കാം ഫ്രണ്ട്സ്. ആദ്യം അത് വറുത്തരച്ചെടുക്കാം. നമുക്കിതാദ്യം വറുത്തരച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ആവുമ്പോൾ അതിൻ്റെ നീര് മാറ്റിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരുപാട് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 3 ദിവസം എന്തായാലും ഇങ്ങനെ വെച്ചാൽ കേടാവുന്നില്ല. കാരണം നന്നായിട്ട് വറുക്കുന്നുണ്ടല്ലോ. നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വറുത്തല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു എണ്ണ കുറുകി വരുമ്പോൾ നല്ല ഒരു എണ്ണ തെളിഞ്ഞിങ്ങനെ വരാനും നന്നായിരിക്കും. വെളിച്ചെണ്ണ പിന്നെ ഞാൻ എണ്ണ മാക്സിമം കുറച്ചൊക്കെ ഉപയോഗിക്കുക. പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ എണ്ണ മാക്സിമം കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചേർക്കുന്ന തേങ്ങയുടെ അതും കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ പാചകക്കാരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിറ്റന്മാരൊക്കെ പാചകം ചെയ്യുന്ന സമയത്താണെങ്കിൽ നിറയെ എണ്ണ ഒഴിക്കും കേട്ടോ. ഇഞ്ചിക്കറിക്ക് എണ്ണയാണ് മെയിൻ താരം. പക്ഷെ ഞാൻ എണ്ണ കുറച്ചാണ് കേട്ടോ എടുക്കണേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ്, അത്രയേ ഉള്ളൂ.
പിന്നെ ആദ്യം ഉലുവ ഇട്ട് കേട്ടോ, എണ്ണ ചൂടായിട്ട് നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം ഉലുവ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് എന്താണ് ചേർക്കേണ്ടത് ഫ്രണ്ട്സ്? പറയും ഇനി അടുത്തത് ഞാനതിൽ ചേർക്കാൻ പോകുന്നത് വറ്റൽമുളക് ഇല്ലാതെ എന്തൊരു കടുക് വറുക്കലല്ലേ. വറ്റൽമുളക്, വേപ്പില. ഇതെൻ്റെ സ്വന്തം വേപ്പിലാണ്, പക്ഷെ ഭയങ്കര ഇല പൊഴിയുന്ന സമയമാണോ ഫ്രണ്ട്സ് ഇപ്പോൾ? എല്ലാം ഇല പൊഴിഞ്ഞ് പോകുന്നു കേട്ടോ. ചൂടിൻ്റെതാണോ എന്നറിയില്ല. ഈ നമ്മുടെ ഇതെല്ലാം ഇല പൊഴിഞ്ഞു പോവുകയാണേ. ഞാനിങ്ങനെ ഇങ്ങനെ ഒന്ന് ചെടി ഇങ്ങനെ കുലുക്കിയപ്പോൾ തന്നെ എല്ലാ ഇലകളും താഴെ വീണ് പോകുന്നു. അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ, നമ്മുടെ സ്വന്തം കറിവേപ്പില. അങ്ങനെ വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് എരിവ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൊന്നുകുട്ടനെ അത്രയും എരിവ് അവൾക്ക് വേണ്ട, അതുകൊണ്ടാണ്. അത്യാവശ്യം എരിവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി വറുത്തരയ്ക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർത്തെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, പിന്നെന്താണ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്താണ് കേട്ടോ അരച്ചത്. അത് ആ ഇഞ്ചി വറുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇതെല്ലാം കൂടി ഇട്ടാണ് ലാസ്റ്റ് ഒന്ന് ചൂടാക്കി അരച്ചെടുക്കും. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ഒന്നും ചേർക്കണില്ല. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതാ അരപ്പൊഴിക്കാണ്, എല്ലാം ചേർത്ത് അരപ്പാണ് കേട്ടോ. കായപ്പൊടി എല്ലാം ഇട്ടിട്ടുള്ള അരപ്പാണ്. അപ്പോൾ ഞാനൊരു പുളി അത്ര ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇഞ്ചിപ്പുളിയല്ലേ, അത്യാവശ്യം പുളിയൊക്കെ വേണം. അപ്പോൾ ഞാൻ ആ പുളിവെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയുടെ വെള്ളം, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഇഞ്ചി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ അതിൻ്റെ കറ ഉണ്ടാവും കേട്ടോ ഫ്രണ്ട്സ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് കാണിച്ചു തരാമേ. ആ ഇഞ്ചിയുടെ നീര് മാത്രം നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി. ആ കറയൊന്നും കലക്കാൻ നിൽക്കണ്ട. കണ്ടോ, അതിൻ്റെ ലാസ്റ്റ് കറ അടിഞ്ഞിട്ടുണ്ട്. ഇനി അത് വല്ല പോഷക ഗുണമാണോ എന്നറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്താണെങ്കിലും നമ്മളിപ്പോൾ ഇത് വറുക്കുകയാണെങ്കിൽ തന്നെ അതെല്ലാം ഈ നീരെല്ലാം പോവും ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ ഒരു ടിപ്പിൽ പറയണം കേട്ടോ. എൻ്റെ അമ്മ പണ്ട് മുതലേ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇഞ്ചി കറി വെക്കണ വ്യത്യാസമാണ്. എല്ലാവരും ഓരോരോ വ്യത്യാസമായിട്ടുള്ള രീതിയിൽ, കാരണം ഞാൻ വീഡിയോസ് തന്നെ ഒരുപാട് എടുത്ത് നോക്കിയിട്ട് എല്ലാവരും വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് വെക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി ഫ്രണ്ട്സ്, ഇഞ്ചിപ്പുളി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.